സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയ നാദത്തിനായി കാതോർത്തിരിക്കുന്ന താങ്കൾക്ക് സ്നേഹം നിറഞ്ഞ പ്രഭാതവന്ദനം. ഈ പുതിയ ദിവസം താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ദിവസമാകണം എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരിക്കൽ ഒരു അമ്മച്ചി ഇംഗ്ലണ്ടിലേക്കുള്ള കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. 2 പെൺമക്കളാണ് അമ്മച്ചിക്ക്. എന്നാൽ മൂത്ത മകൾ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു രോഗം ബാധിച്ച് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ഇപ്പോൾ ഇളയ മകൾ മാത്രമാണ് അമ്മച്ചിക്കുള്ളത്. ആ മകളാണ് ഇംഗ്ലണ്ടിലുള്ളത്. ആ മകളുടെ അടുത്തേക്ക് അമ്മച്ചി വലിയ ആഗ്രഹത്തോടെ പോവുകയാണ്. കപ്പലിലുള്ള ആളുകളൊക്കെ കളിതമാശകളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ യാത്ര തുടരുകയാണ്. അങ്ങനെ കുറേ അങ്ങ് യാത്ര ചെയ്തും കടലിന്റെ നടുവിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കപ്പലിലെ ജോലിക്കാർ പറഞ്ഞു, കപ്പലിന് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. കപ്പൽ മുങ്ങിത്താഴാൻ പോകുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ വലിയൊരു അപകടത്തിലാണ്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ ആശങ്കയായി. വലിയ പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടെ യാത്ര പുറപ്പെട്ടവരാണത്. എന്നാൽ പെട്ടെന്ന് അവരുടെ സന്തോഷം കെട്ടുപോയി. അവർ അലമുറയിട്ട് തങ്ങളുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ആ സമയത്ത് നമ്മുടെ അമ്മച്ചി ഒരു പ്രത്യാശ ഗാനം പാടി വളരെ ശാന്തിയായി ഇരിക്കുകയാണ്. അമ്മച്ചിയുടെ ഈ പാട്ടും അമ്മച്ചിയുടെ മുഖത്തെ ഭാവവും മറ്റുള്ളവർക്ക് വലിയ ആശ്ചര്യമായിട്ട് തോന്നി. ഇത്ര അപകടകരമായ ഒരവസ്ഥയിൽ ശാന്തിയായി പാട്ടുപാടിക്കൊണ്ടിരിക്കാനായിട്ട് എങ്ങനെ അമ്മച്ചിക്ക് സാധിക്കുന്നു എന്നവർ ആശ്ചര്യപ്പെട്ടു. അമ്മച്ചിയോട് ആ കപ്പലിലുള്ള ഒരു ജോലിക്കാരൻ ചോദിച്ചു, അമ്മച്ചി ഈ കപ്പൽ മുങ്ങിത്താഴാൻ പോവുകയാണ്, അമ്മച്ചിക്ക് അതേക്കുറിച്ചൊരു ആശങ്കമില്ലേ? അപ്പൊ അമ്മച്ചി പറഞ്ഞു, മോനെ, എനിക്കതിലൊട്ടും ആശങ്കയില്ല. ഒരുപക്ഷെ ഈ കപ്പൽ മുങ്ങിയേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ട് നമ്മൾ ഇംഗ്ലണ്ടിലെത്തിയേക്കാം. രണ്ടായാലും എനിക്ക് സന്തോഷമാണ്. നമ്മൾ സുരക്ഷിതമായി ഇംഗ്ലണ്ടിൽ എത്തിച്ചേരുകയാണെങ്കിൽ എനിക്ക് എന്റെ കൊച്ചുമോളുടെ അടുത്തെത്താൻ സാധിക്കും. അതെനിക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ ഈ കപ്പൽ ഈ കടലിൽ മുങ്ങി താണുപോയാലും എനിക്ക് സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാമോ? എന്റെ മൂത്ത മകളുടെ അടുക്കിലേക്ക് ഞാൻ ആ നിമിഷം എത്തും. അവളിപ്പോൾ കർത്താവിന്റെ അടുക്കലാണ്. അതുകൊണ്ട് എനിക്ക് ദുഃഖമില്ല. രണ്ടും എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് എന്റെ കർത്താവ് ഇതിലേത് അനുവദിച്ചാലും എനിക്ക് സന്തോഷമാണ്. എന്തുകൊണ്ടാണ് അമ്മച്ചി അങ്ങനെ പറഞ്ഞതെന്നറിയാം? അമ്മച്ചിക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. കാരണം എന്താ? ഈ ലോകത്തിലെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടി വരും. നമുക്കുള്ള സുഖ സൗകര്യങ്ങളും നമുക്കുള്ള ബന്ധങ്ങളും എല്ലാം അറുത്തു മാറ്റിക്കൊണ്ട് നാം ലോകത്തോട് വിട പറയേണ്ടി വരും. പക്ഷേ ഈ ലോകത്ത് നിന്നും നാം പോകുന്നത് എവിടേക്കാണ്? എല്ലാവരും പറയും മരിച്ചു പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ആളുകൾക്ക് മരണത്തെ ഇത്രമാത്രം ഭയമായിരിക്കുന്നത്. എന്നാൽ മരണത്തിനപ്പുറം എവിടേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഉറപ്പുള്ളവരെ സംബന്ധിച്ച് അത് ആശങ്കപ്പെടുന്ന ഒരു കാര്യമല്ല. കാരണം മരണത്തിനപ്പുറം സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗം ദൈവം തന്നെ നമുക്ക് തുറന്നു വച്ചിട്ടുണ്ട്. ആ സ്വർഗവാതിലാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറിയാഗം. ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? യേശുക്രിസ്തു എന്തിനാണ് ഒരു മഹാപാപിയെപ്പോലെ മരിച്ചത്? നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരു കുറ്റവും ആർക്കും കാണിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? പത്രോസ് അതേക്കുറിച്ച് പറയുകയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. 1 പത്രോസ് 2:24. പ്രിയ സുഹൃത്തെ, ദൈവം താങ്കൾക്ക് വേണ്ടിയും ആ രക്ഷാമാർഗം തുറന്നു വച്ചിരിക്കുന്നു. അതിലൂടെ പ്രവേശിച്ച് ഭാഗ്യകരമായൊരു ജീവൻ നയിക്കുവാൻ താങ്കൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം: വിശ്വാസത്തോടെ യേശുവിനോട് ഇങ്ങനെ അപേക്ഷിക്കുക, കർത്താവേ, ഞാനൊരു പാപിയാകുന്നു. എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ് അവിടുന്ന് ക്രൂശിന്മേൽ മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ രക്ഷിച്ച് അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. നമ്മുടെ അമ്മച്ചിയും അമ്മച്ചിയുടെ 2 മക്കളും ഈ വിധത്തിൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അമ്മച്ചിക്ക് ഇത്ര പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് സാധിച്ചത്. യേശുക്രിസ്തുവിൽ ആശ്രയിച്ച്
പ്രത്യാശയുള്ള ജീവിതം നയിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നാൽ ആ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ താങ്കളും ചേർന്നിട്ടുണ്ടോ? മഹത്തായ സന്ദേശം മറക്കാതെ കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. മരണത്തിനപ്പുറം ജീവിതമുണ്ട്, മനോഹരമായൊരു ഭവനമുണ്ട്. മരണത്തിനപ്പുറം ജീവിതമുണ്ട്, മനോഹരമായൊരു ഭവനമുണ്ട്. വിശ്വാസക്കണ്ണാൽ കാണുന്നു ഞാനൻ വിശ്വാസ ജീവിതയാത്രയതിൽ. വിശ്വാസക്കണ്ണാൽ കാണുന്നു ഞാനൻ വിശ്വാസ ജീവിതയാത്രയതിൽ.